ബാലു ഒരു ആഹ്വാനമുണ്ടായി. ഈ ഫ്ലക്സുകളൊക്കെ എടുത്തു മാറ്റണമെന്നുള്ള ആഹ്വാനം 3 നേതാക്കളും കൂടി നടത്തി. ആഹ്വാനം അതുപോലെ തന്നെ അണികൾ കേട്ടു. പലയിടങ്ങളിലായി തലസ്ഥാനത്ത് ഉൾപ്പെടെ ഫ്ലക്സുകൾ നീക്കം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നു. പക്ഷെ അതല്ല അണികളോ പ്രവർത്തകരോ കേരളമോ ഒന്നും കാത്തിരിക്കുന്നത്. ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കൃത്യസമയത്ത് AICC ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട്. എപ്പോഴാണ് ആ കൃത്യസമയമാവുക? അക്ഷയ, ഈ ഏതാണ്ട് 3 മണിക്കൂറോളമാണ് ഇന്നത്തെ ഈ യോഗം നടന്നത്. കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്താണ് ആ യോഗത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കിപ്പോൾ ഈ യോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വ്യക്തത ലഭ്യമായിട്ടുണ്ട്. ഇതിൽ ആദ്യ 1.5 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ഈ കേരളത്തിൽ നിന്നുള്ള 3 നേതാക്കൾ, അതായത് KPCC അധ്യക്ഷൻ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇവരുടെ ഭാഗം ഹൈക്കമാൻഡ് കേൾക്കുക എന്നതായിരുന്നു. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ വിശദമായി തന്നെ വെവ്വേറെ ഈ 3 നേതാക്കളുടെയും നിലപാടുകൾ കേൾക്കുകയായിരുന്നു. തുടർന്ന് KC വേണുഗോപാലിൻ്റെ ഭാഗം ഹൈക്കമാൻഡ് കേൾക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് നേതാക്കൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ ചർച്ച ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ആ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും പുറമെ ദീപാദാസ് മുൻഷി, കേരളത്തിലെത്തിയ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാഖനും ഉണ്ടായിരുന്നു. അവരും കേരളത്തിൽ നിന്നുള്ള ഈ 4 നേതാക്കളും അവരെ ഒരുമിച്ചിരുത്തിയുള്ള ചർച്ചയായിരുന്നു നടന്നിരുന്നത്. ഈ ചർച്ചയ്ക്കിടയിൽ ഈ പരസ്പരം അന്യോന്യം ചില ബുദ്ധിമുട്ടുകളൊക്കെ, ചില പരാതികളും പരിഭവങ്ങളുമൊക്കെ ഈ നേതാക്കൾ പങ്കുവയ്ക്കുകയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ പ്രകടനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശന് എതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങളും ആ യോഗത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. ഏതായാലും ഈ മല്ലികാർജ്ജുന ഖാർഗെ ഈ യോഗത്തിൽ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് വലിച്ചു കയറുന്ന ദൃശ്യങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അത് അത്യന്തം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ വലിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ യോഗത്തിൽ അറിയിച്ചത്. രാഹുൽ ഗാന്ധിയും സമാനമായ ഒരു അഭിപ്രായം ഈ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ആ യോഗം ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി തീരുമാനം 2 ദിവസത്തിനുള്ളിൽ അറിയിക്കാമെന്ന് ഈ നേതാക്കളോട് പറയുകയുമാണ് ഉണ്ടായത്. ഇതിനിടയിലാണ് ഈ ഐക്യം വേണമെന്നും ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ പ്രകടനങ്ങൾ, ബാനറുകൾ, പോസ്റ്ററുകൾ, ഈ വാട്സപ്പ് സന്ദേശങ്ങൾ, ഇതൊക്കെ ആര് ചെയ്യുന്നെങ്കിലും അത് എടുത്തു നീക്കണമെന്നും അത് ഇന്നും നാളെയുമായി തന്നെ അത് നീക്കണമെന്നൊരു നിർദ്ദേശം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിലൊരു തീരുമാനമായതിനു ശേഷം, അല്ലെങ്കിൽ ആ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ കേരളത്തിന് അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നടത്തുമെന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ യോഗത്തിൽ KC വേണുഗോപാലിൻ്റെ പേര് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നവർ വ്യക്തമാക്കുന്നത് ഹൈക്കമാൻഡ് ആരുടെയും പേര് ഇന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ്. മറിച്ച് ഇവരുടെ എല്ലാം ഈ പരാതികൾ, പരിഭവങ്ങൾ, അവകാശങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബാലു തന്നെ എല്ലാം കേട്ടു, എല്ലാ കാര്യങ്ങളും കേട്ടു, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടു, എല്ലാവർക്കും പറയാനുള്ളത് കേട്ടു, അന്യോന്യമുള്ള പ്രശ്നങ്ങൾ കേട്ടു. അങ്ങനെ ഓരോന്നോരെ നിങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക മാത്രമാണ് ബാക്കിയുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ താൻ വിശദമായി കൂടിയാലോചനകൾ നടത്താം, പക്ഷേ കേരള നേതാക്കളോടല്ല, ഒരുപക്ഷെ അദ്ദേഹം സോണിയാഗാന്ധിയോടും അതുപോലെ തന്നെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കൂടിയാലോചനകൾ നടത്തേണ്ടവരുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയേക്കാം. കേരളത്തിൽ ഇനി ആരോടെങ്കിലും കൂടിയാലോചനകൾ നടത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. അതിനുശേഷം എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ ഈ യോഗത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്.